ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോണ് വണ്ടി, പഴയ മോഡൽ മാസ്ട്രോ. നമുക്ക് ജനറൽ സർവീസും എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് വന്നതാണ് കേട്ടോ. എഞ്ചിൻ വർക്കൊക്കെ ചെയ്തേർന്നതാണ്. അതിന് ശേഷമുള്ള വാറണ്ടി സർവീസിൽ പെട്ട സർവീസാണ്. അപ്പോൾ നമ്മളതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം പുതിയ ടയറാണ് കിടക്കുന്നത്. അതേപോലെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഗിയർ ബോക്സിൽ വരുന്ന ഓയിൽ ലെവൽ കുറവാണെന്നുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിൽ ഓയിൽ നമുക്ക് ഗിയർ ഓയിൽ മാറ്റണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റിസീറ്റ് ചെയ്താൽ മതി. ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവൊക്കെ നമ്മൾ നോക്കിയാൽ അത് പുതിയതാണ് കിടക്കുന്നത്. ബെൻഡെക്സൊക്കെ ആയാലും അത്യാവശ്യം നല്ല ബെൻഡെക്സ്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നിലവിൽ ബെൽറ്റ് ഡാമേജ് കാര്യങ്ങൾ പൊട്ടലൊന്നുമില്ല. പക്ഷേ കമ്പനി ബെൽറ്റൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്ക് കിടക്കണം കേട്ടോ. ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻ്റ് ഇല്ല, അതേ രീതിയിൽ കിടന്ന് ഓടിക്കോളും. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. അവിടെ നിലവിൽ ചെറിയൊരു നനവുണ്ട്. ഈ കവറിൻ്റെ ഗ്യാസ്കറ്റ് വേണമെങ്കിൽ മാറ്റാം കേട്ടോ, കാരണം ഞാൻ ഇവിടെ ലീക്കേജ് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിടാം, ആ മൗണ്ട് റബ്ബർ മാറ്റിയിട്ട്. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ആണ്. ആക്സിലേറ്റർ കേബിളൊക്കെ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ആക്സിലേറ്ററിൻ്റെ. കാർബറേറ്റർ നിലവിൽ ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും നിലവിലില്ല, കാരണം ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ മിസ്സിങ് ഓവർഫ്ലോ കാര്യങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല കേട്ടോ. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മളിപ്പോൾ അത് അഴിച്ച് ചെയ്യണമെങ്കിൽ തന്നെ അഡീഷണൽ പേയ്മെൻറ്റ് വന്ന കേസാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതുമ്പോൾ തൊടാതിരിക്കണം നല്ലത്. കാരണം ഇപ്പോഴത്തെ E20 പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം ഒട്ടുമിക്ക കാർബറേറ്ററുകളും കംപ്ലയിൻറ്റിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഇല്ലാതെ കൊണ്ട് നമ്മൾ ചാടി കയറി അഴിക്കാനും നിൽക്കരുത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ലിങ്ക് ബുഷായാലും ഗ്രീൻ ബുഷായാലും ഷോക്കിൻ്റെ ബുഷൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, ഫ്രണ്ട് ടയറും ചെക്ക് ചെയ്തു, ഓക്കെയാണ്, അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കും. സ്വിച്ച് ഐറ്റംസൊക്കെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2023 ബാറ്ററിയാണ്, ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. നിലവിൽ ഒരല്പം വോൾട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, നല്ല പ്ലഗ്ഗാണ് കിടക്കുന്നത്. സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്തോളാം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഓയിൽ ചേഞ്ചും സർവീസുമായിട്ടുള്ള വർക്കാണ് മെയിനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ. ഏകദേശം ഒരു 5 മണി 5:30 ആവും തീരുമ്പോഴത്തേക്കും. വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ ഞാൻ കോൺടാക്ട് ചെയ്തോളാം.